അമ്മയുടെ അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങ അരച്ച കപ്പപ്പുഴുക്ക് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. അതിനായി 2 കിലോ കപ്പയെടുത്ത് തൊലി കളഞ്ഞ് കഴുകി നന്നായി ചെറുതായി കൊത്തി ഞുറുക്കി എടുക്കുക. ഇപ്പം നമ്മൾ കപ്പയെല്ലാം നല്ല കൊത്തി ഞുറുക്കിയിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ട് കഴുകി വാരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുക. 3 പ്രാവശ്യമെങ്കിലും കപ്പ നന്നായി കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിടാം. കപ്പയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളവും ഒഴിച്ച് തീ കത്തിച്ച് കപ്പ നമുക്ക് അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയെടുക്കാം. ആ സമയത്ത് നമുക്ക് ഒരു മുറി തേങ്ങയ്ക്കകത്തേക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയിട്ട് ചതച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കപ്പയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഊറ്റിയെടുത്ത് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞു വെക്കാവേ. ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും അരപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് അടുപ്പിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം കപ്പ നന്നായി ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കപ്പയെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ എല്ലാവരും റെഡിയാക്കി നോക്കണം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്കും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.